ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ജേഴ്സി ദ്വീപിലെ തുറമുഖത്തിന് സമീപം സമുദ്രത്തിലേക്ക് എത്തി നോക്കുന്ന ഒരു പാറക്കെട്ടുണ്ട്. അവിടെ ചെന്നാൽ പായൽ പിടിച്ച് ജീർണിച്ച ഒരു ബെഞ്ച് കിടക്കുന്നത് കാണാം. ഒരു നൂറ്റാണ്ട് മുൻപ് അവിടേക്ക് നാടുകടത്തപ്പെട്ട വിക്ടർ ഹ്യൂഗോ എന്നും അവിടെ ചെന്നിരിക്കുമായിരുന്നു. തൻ്റെ മാതൃരാജ്യമായ ഫ്രാൻസിനാൽ പീഡിപ്പിക്കപ്പെട്ട അദ്ദേഹം മനക്ലേശത്താൽ ഒരു രോഗിയായി തീർന്നു. എല്ലാ ദിവസവും സൂര്യാസ്തമനം ദർശിച്ച് ധ്യാനനിരതനായി ആ പാറക്കെട്ടിലിരിക്കും. തിരിച്ചു പോരുന്നതിന് മുൻപ് ചെറുതോ വലുതോ ആയ ഒരു കല്ലെടുത്ത് വെള്ളത്തിലേക്ക് എറിയുക പതിവായിരുന്നു. ഒരു ദിവസവും ഈ പതിവ് മുടക്കിയില്ല. ഒരിക്കൽ അവിടെ കുളിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങ് എന്തിനാണ് ഈ കല്ല് വെള്ളത്തിലേക്ക് എറിയുന്നത്? ആ സാഹിത്യകാരൻ അല്പനേരം നിശബ്ദനായി നിന്നു. പ്രിയ കുഞ്ഞെ, വെറും കല്ലല്ല ഞാൻ എറിയുന്നത്. അയ്യോ, എനിക്ക് ഈ ദുരിതം വന്നല്ലോ എന്ന ഭാവമാണ് ഞാൻ എറിഞ്ഞു കളയുന്നത്. ഈ പ്രവൃത്തി നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതെങ്കിലും ഒരു പ്രതികൂല സാഹചര്യമോ പ്രതിസന്ധിയോ നേരിട്ടാൽ എനിക്കിങ്ങനെ വന്നല്ലോ എന്ന് പറഞ്ഞ് നാം ദുഃഖിക്കാറില്ലേ? നമ്മുടെ ആയുസ്സിൻ്റെ ഒരു നല്ല പങ്ക് സ്വയം സഹതപിച്ച് കുത്തിയിരുന്ന് നഷ്ടപ്പെടുത്തുന്നവരല്ലേ നാം? ഈ സ്വഭാവം നമ്മെ നശിപ്പിക്കുമെന്ന് നാം ഓർക്കുന്നില്ല. നമ്മെ ഓർത്ത് നാം തന്നെ ദുഃഖിക്കുകയും തന്നോട് തന്നെ അനുകമ്പ കാണിക്കുകയും ചെയ്യുന്നവർ ഒരിക്കലും മറ്റുള്ളവരോട് യഥാർത്ഥ അനുകമ്പ കാട്ടുന്നവരായിരിക്കില്ല. എന്തെല്ലാം ജീവിത സൗകര്യങ്ങളുണ്ടായാലും ഒന്നിനും തൃപ്തി വരാതെ പരാതിയും പരിഭവങ്ങളും ജീവിതത്തോട് നിഷേധാത്മകമായ ഭാവവും ഉള്ളവരായി ആയുസ് നശിപ്പിക്കുന്നവരുടെ ആത്മകഥയിൽ ഞാനെന്ന ഭാവം മുഴച്ചു നിൽക്കുന്നത് കാണാം. നമ്മിൽ തന്നെ നാം വേരൂന്നാതെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താം. സാഹചര്യങ്ങളോട് പ്രതിഷേധിക്കാതെ നമ്മുടെ പുരോഗതിക്ക് വേണ്ടി ദൈവം തരുന്ന സുഖദുഃഖങ്ങളെ ഹൃദയപൂർവം ഏറ്റെടുക്കാം. യെശയ്യാവ് 41:13. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലങ്കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.